ഹായ് ഫ്രണ്ട്സ്, സമത് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതേമാതിരി ഓഡിയോ ലെവല് ഒരു LED സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് അതായത് ഏത് കൊച്ചു കുട്ടിക്കും ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതായത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂട്ടി കഴിഞ്ഞാൽ LED ഫുള്ളായിട്ട് വർക്ക് ചെയ്യും, വോളിയം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 LED മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ. വീഡിയോ കാണാൻ പറ്റും, നല്ല ഭംഗിയാണ് വർക്കിങ് കാണാനായിട്ട്. അപ്പോൾ 2-3 ഐറ്റംസ് പാർട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ സ്വന്തമായി ചെയ്തെടുക്കുക. അത് കുറച്ച് കപ്പാസിറ്ററും കുറച്ച് റൈസറും കുറച്ച് ഡയോഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ സ്വന്തമായി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതേമാതിരി സ്വന്തമായി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടതിൻ്റെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് ആദ്യമായി തന്നെ ഫസ്റ്റ് ആയിട്ട് വേണം ഒരു 8 LED വേണം നമുക്ക് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 8 LED എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഓക്കെ, 4000 ഡയോഡ് ഒരു 9 കേട്ടോ. റെസിസ്റ്റർ 470 ഹോംസ് ഒരു 8. കപ്പാസിറ്റർ 470 UF 25 വോൾട്ടിന്റെ 2 കപ്പാസിറ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഐറ്റംസ് മതിഞ്ഞുണ്ടായ രീതി നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ LED നമുക്ക് പരിചയപ്പെടട്ടെ. LED നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, നീളം കുറഞ്ഞ നെഗറ്റീവായിട്ട് വരിക. അപ്പൊ അതൊരിക്കലും മാറിപ്പോരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ LED നീളം കുറഞ്ഞ കാലുണ്ട്, നെഗറ്റീവ് കാല്, ഈ ചെറിയ കാല്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ നമുക്ക് മടക്കി കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ 8 LED നമുക്ക് എന്ത് ചെയ്യണം, ഇതേമാതിരി നെഗറ്റീവിന്റെ കാല് 8 നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഇതേ രീതിയിൽ 8 നമുക്ക് എന്ത് ചെയ്യാം, മടക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ 8 LED കാല് നമ്മൾ വളച്ച് കൊടുത്തിട്ടു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റീവിന് കാലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാ കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര നീളം വേണ്ട നമുക്ക് കേട്ടോ. അപ്പൊ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ 8 LED കാലം നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് LED നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഈ 8 LED നെഗറ്റീവ് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇതേമാതിരി സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവിടെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 8 LED നെഗറ്റീവ് നമ്മൾ ഫുള്ളായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, എനിക്ക് വീഡിയോ വ്യക്തമാകുണ്ടാവും ഇല്ലേ. ഇത് ഫുള്ള് നെഗറ്റീവ് ആണ് കണ്ടോ. ഈ വലിയ കാര്യം ഫുള്ള് പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസിറ്റീവ് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഇതേമാതിരി നമുക്കിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏറുള്ള കാലം നമുക്ക് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര വലിപ്പം നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് കാല് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ ഇനി നമുക്ക് പിന്നെ റൈസറിന്റെ കാലം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് നമ്പർ വരുന്നത് 470 ഹോംസാ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ഏറുള്ള കാലം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറഞ്ഞ വലിപ്പം മതി നമുക്ക്, കണ്ടോ. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റൈസർ നമ്മുടെ സോൾവ് ചെയ്ത് കൊടുത്തു, കണ്ടല്ലോ. ഓക്കെ, ഈ റൈസർ തിരിച്ചു മറിച്ച് എങ്ങനെ കൊടുക്കുക കേട്ടോ. ഈ LED ഇവിടെ മാറിപ്പോകാൻ പാടില്ല. റൈസർ നമുക്ക് എങ്ങനെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഏറുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്താണ് നമുക്കിവിടെ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മളെ ഡയോഡ് നമുക്ക് പരിചയപ്പെടാം. അതിന് നമ്പർ വരും 4007 നമ്പർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയോഡ് 2 ഭാഗം ഉണ്ടാവും, കണ്ടില്ലേ. ഈ ഡയോഡിന്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിക്കാരും, കണ്ടോ. മറ്റേ ഭാഗത്ത് ചെറിയ സിൽവറിന്റെ ഒരു വര ഇവിടെ കാണാം, കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം,
അപ്പോൾ നമുക്ക് ഈ പിന്നെ ഡയോഡിൻ്റെ കാല് നമുക്ക് എന്താ ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡയോഡിൻ്റെ കാല് നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ രണ്ട് റൈസർ ഇതിനിടയിലാണ് നമുക്ക് ഇതിങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വേണം സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേ രീതി തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏറുള്ള ഭാഗം നമുക്ക് എന്താ ഇവിടെ കാലം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വാറുള്ള ഭാഗം ഫുള്ളായിട്ട് എല്ലാ ഡയോഡും വാറുള്ള ഭാഗം ഫുള്ളായിട്ട് മേലേക്ക് വരണം കേട്ടോ. കണ്ടില്ലേ, ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക. ഞാൻ വാക്യൂം ചെയ്താണ് കാണിച്ചത്, മറ്റേ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേ രീതി തന്നെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കപ്പാസിറ്ററാണ് കാണുന്നത്. 470 വേഫിന്റെ 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആണത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വെച്ചാൽ ഈ നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, ഈ നീളം കുറഞ്ഞ നെഗറ്റീവ് വരിക. ഇവിടെ തൊട്ടിവിടെ മാർക്ക് ചെയ്തതിനെ കണ്ടോ, ഇത് നെഗറ്റീവാണ്, ഈ ഭാഗം പോസിറ്റീവാണ്. ഈ പോസിറ്റീവിന്റെ കാല് ഈ നീളം കൂടിയ കാലായിട്ട് വരും കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ നെഗറ്റീവും ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യുക, നന്നായി നമുക്ക് പിരിച്ചിവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് വേറെ കാലം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഭാഗമാണ് നമുക്ക് പോസിറ്റീവ് വരും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ LED ഈ ഡയോഡ് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ മാറിപ്പോരുത്, കപ്പാസിറ്ററിന്റെ പോസിറ്റീവാണ് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കപ്പാസിറ്ററിന്റെ നെഗറ്റീവും LED നെഗറ്റീവും എന്താ ഇത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഡയോഡിന്റെ വരയുള്ള ഭാഗവും വരല്ലാത്ത ഭാഗവും തമ്മിൽ എന്ത് ചെയ്യാ, ഇതേ രീതിയിൽ പിരിച്ചു കൊടുക്കുക. കണ്ടല്ലേ, ഒന്ന് വരണ്ട് ഒന്ന് വരല്ല കേട്ടോ. അപ്പൊ അത് അങ്ങനെ മാറിപ്പോയത്, ഇങ്ങനെ ഇതേമാതിരി രണ്ടും കൂട്ടി പിരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏറെ കാലം നമുക്കൊന്ന് കട്ട് തീവാക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഡയോഡിന്റെ വരയുള്ള ഭാഗം എന്താ, ഈ വരയുള്ള ഭാഗം നമുക്ക് നമ്മളെ കപ്പാസിറ്ററിന്റെ വരല്ലാത്ത ഭാഗം ഉണ്ടല്ലോ പോസിറ്റീവ് വരുന്നേ, ഈ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിർത്തി കൊടുക്കണം നമ്മള്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണം ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടെ ഷോർട്ടാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡയോഡിന്റെ വരല്ലാത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഏറെയുള്ള കാലം നമുക്കിവിടെ കട്ട് ചെയ്ത് നമുക്കിവിടെ ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് വയർ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് കണക്ഷൻ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കപ്പാസിറ്റർ കൂട്ടി സോൾഡർ ചെയ്ത ഭാഗം എന്താ, ഈ പോയിന്റ് ഇവിടെ നമുക്ക് ഒരു വയർ സോൾഡർ ചെയ്യാം. ഈ രണ്ട് ഡയോഡ് പിരിച്ചാണ് ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തത്, ഈ ഭാഗത്ത് നമുക്ക് ഒരു വയർ സോൾഡർ ചെയ്യാം. അപ്പൊ രണ്ട് വയർ നമുക്ക് അവിടെ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത്തെ വയർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വർക്ക് ചെയ്ത് വെക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി ഒരു ആംപ്ലിഫയർ വേണം നമുക്ക്. ആംപ്ലിഫയർ വാങ്ങുമ്പോൾ പിന്നെ ബ്ലൂടൂത്തിൽ പെയർ ഏതായാലും മതി കേട്ടോ. അപ്പൊ ഇത് ഇവിടെ സ്പീക്കർ വയറിന് കാണുന്നത്, ഈ സ്പീക്കർ വയറാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഉണ്ടാക്കിയെടുത്ത് തന്നെ ഈ വയർ ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ആംപ്ലിഫയർ ഇത് നമ്മള് 50 രൂപക്ക് ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയ ആംപ്ലിഫയർ ആണിത്. എന്നിട്ട് നമ്മൾ നന്നാക്കി എടുത്താണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക്.
അപ്പൊ ഞാൻ ആംപ്ലിഫയർ ഓൺ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓണായി. കണ്ടില്ലേ? അപ്പൊ ഇത് ബ്ലൂടൂത്ത് ആണ് അവിടെ വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഓണാക്കിയാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ലൈറ്റ് വർക്ക് ചെയ്യണ് കണ്ടോ? കണ്ടോ? അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം, ഒന്നും പറയാനില്ല. കണ്ടോ? ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി കാണിച്ചു തരാം. അപ്പൊ ഇതിന് കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ? ഇത് വർക്ക് ചെയ്യണ കണ്ടോ? നന്നായി ഇതിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം കണ്ടോ? ഞാൻ സൗണ്ട് ഒന്ന് കുറച്ചാണ് കാണിച്ചു തരാം. കണ്ടില്ലേ? ലൈറ്റ് കുറയണ് കണ്ടോ? സൗണ്ട് കൂട്ടുമ്പോ ലൈറ്റ് കൂട്ടണ കാണാം. കണ്ടില്ലേ? ഓക്കെ. കണ്ടോ? അതൊക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.